നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഏറെ വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിനമാണ്. ഇന്നത്തെ തീയതി ഏപ്രിൽ 23 വ്യാഴാഴ്ച. ഈ ദിവസത്തിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക്, അവസാന മണിക്കൂറുകളിലേക്ക് പ്രചാരണം എത്തുകയാണ്. മറ്റന്നാൾ കേരളം ബൂത്തിലേക്ക് പോകുന്നു. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെത് മറ്റന്നാൾ വെള്ളിയാഴ്ച നടക്കും. കേരളത്തിൽ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അത്തരത്തിലാണ് വാശിയേറിയ പ്രചാരണവും വാക്പോരും നടക്കുന്നത്. ക്ഷമിക്കണം, ഇന്ന് ഏപ്രിൽ 23 വ്യാഴം എന്നാണ് പറഞ്ഞത്. ക്ഷമിക്കണം, ചൊവ്വാഴ്ചയാണ് ഇന്ന്. അപ്പോൾ ഏതായാലും ഈ ദിവസം വലിയ പ്രചാരണം നടക്കും. ഒപ്പം പ്രധാനമന്ത്രിയുടെ പരാമർശം ഏറ്റവും വലിയ വിവാദമായി മാറിയ ദിവസമാണ് ഇന്നലെ കടന്നുപോയത്. ഇന്നും ആ കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട നടപടികൾ ED ഒരു വശത്ത് ഊർജിതമായി നിർണായകമായ നീക്കങ്ങളിലേക്ക് കടക്കുന്നു. തിരക്കിട്ട നടപടികളിലേക്ക് ED പോവുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വിഷയങ്ങളുമാകുന്നുണ്ട്. ഏതായാലും നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ്. ആദ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണ വാർത്തകളിലേക്ക്. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. പൗരത്വ നിയമ ഭേദഗതിയിൽ തുടങ്ങി പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം വരെ എത്തി നിൽക്കുകയാണ് പ്രചാരണ വിഷയങ്ങൾ. കൊടുംചൂടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം പലവിധ രാഷ്ട്രീയ ആരോപണങ്ങളാൽ കത്തിക്കയറി. പരസ്യപ്രചരണം നാളെ അവസാനിക്കുമെങ്കിലും ജയമുറപ്പിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കങ്ങൾ തുടരും. 26-ന് പോളിംഗ് ബൂത്തിലെത്തും വരെ മൂന്ന് മുന്നണികളും പ്രതീക്ഷയോടെ പോരാടും. 2020 ഇത്തവണ സാധ്യമാക്കുമെന്ന അവകാശവാദത്തിലാണ് UDF. വീണ് കിട്ടിയ വിഷയങ്ങൾ അനുകൂലമായെന്നും 2019 നാണക്കേട് ഇക്കുറി ആവർത്തിക്കില്ലെന്ന ഇടത് ക്യാമ്പും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. മോദി പ്രഭാവം കേരളത്തിൽ ചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കേരളത്തിലെ പ്രചരണ വിഷയങ്ങളിൽ പ്രധാനം പൗരത്വ നിയമ ഭേദഗതിയാണെന്ന് വ്യക്തമായിരുന്നു. ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്ന CAA ഉയർത്തി തന്നെയാണ് ഇടതുമുന്നണി മുന്നോട്ടു പോകുന്നത്. ഇതിൽ കോൺഗ്രസിന് അയഞ്ഞ നിലപാടാണെന്ന് പറയുകയും ചെയ്തു. എന്നാൽ CAA വിരുദ്ധ പ്രക്ഷോഭത്തിനെതിരായ കേസുകൾ പിൻവലിക്കാത്തത് ഉയർത്തിയായിരുന്നു UDF പ്രതിരോധം. മണിപ്പൂരിലെ ക്രൈസ്തവ വേട്ടയും മാസപ്പടിയും വടകരയിലെ സൈബർ ആക്രമണങ്ങളും കരിവന്നൂരും അയോധ്യയുമെല്ലാം പ്രചരണഘട്ടത്തിൽ വന്നുപോയി. ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിട്ട് പോരായി. ED എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റടക്കമുള്ളവരിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്ന രാഹുലിന്റെ ചോദ്യത്തിന് അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടന്നത് ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പിണറായി മോദിക്കെതിരെ പറയുന്നില്ലെന്നായിരുന്നു പിന്നീട് പ്രചരണം. അതിന് പിന്നാലെ മോദിയെയും രാഹുലിനെയും ഒരുപോലെ വിമർശിച്ച് മുഖ്യമന്ത്രി കളം പിടിച്ചു. ഒടുവിൽ പതിവ് പോലെ നടത്താറുള്ള പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗത്തിലെത്തി നിൽക്കുകയാണ് പ്രചാരണ വിഷയങ്ങൾ. 24 തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി VA ഗിരീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, നീണ്ട നാളത്തെ പ്രചാരണം, അതിൽ ഒരുപാട് വിഷയങ്ങൾ മാറി മറിഞ്ഞു. തുടക്കത്തിൽ CAA ആയിരുന്നെങ്കിൽ ഒടുക്കം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശത്തിലുള്ള പ്രതികരണങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇതിനിടയിൽ മുന്നണികൾ തമ്മിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെ നിൽക്കുന്ന CPM-ഉം കോൺഗ്രസും പരസ്പരം വാക്പോരിൽ ഏർപ്പെടുന്നത് പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വാക്പോരും ഒക്കെ കണ്ടുപോയതാണ്. ഏറ്റവും ഒടുക്കം അവസാനം ഈ വോട്ടർമാരുടെ നിർണായകമായി സ്വാധീനിക്കുന്ന അവസാന മണിക്കൂറുകളാണ് ഇനി വരാനിരിക്കുന്നത്. പ്രചാരണ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? പ്രചാരണത്തിൽ കേരളത്തിലുള്ള ദേശീയ നേതാക്കൾ ആരൊക്കെയാണ്? ഗൂഗിൾ പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു ഘട്ടത്തിലും പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് കടന്നിരിക്കുന്നു. ഓരോ പാർട്ടികളും ഓരോ മുന്നണികളും സ്ഥാനാർത്ഥികളുമെല്ലാം തന്നെ പ്രചരണത്തിന്റെ ഒരു ആവേശത്തിലേക്ക്, അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. ഇതിലേറ്റവും പ്രധാനം ഇത്തരത്തിൽ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കുക, ഓരോ സീറ്റും പിടിക്കുക എന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ഒക്കെ ഒരു തീരുമാനം. അതിനുവേണ്ടി വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് ഒക്കെ അവർ ഈ പ്രചരണത്തിന്റെ ഭാഗമായി കടന്നിരിക്കുന്നു. വിട്ടുപോയ കേന്ദ്രങ്ങളിലേക്ക്, എത്താൻ പറ്റാതിരുന്ന കേന്ദ്രങ്ങളിലേക്ക് എത്തുക, അതോടൊപ്പം തന്നെ സംശയമുള്ളിടത്ത് വീണ്ടും എത്തുക, വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി ഓരോ പ്രചരണ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ ഓരോ കവലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ടർമാരെ പരമാവധി നേരിൽ കാണുക, ഇങ്ങനെ വോട്ട് തങ്ങളുടേതാക്കി മാറ്റുക തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളുമെല്ലാം ഈ മണിക്കൂറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രചരണ പരിപാടികളും ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗൂഗിൾ നേരത്തെ
നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി പ്രചരണ വിഷയങ്ങൾ വന്നുപോയ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു ഇത്. പൗരത്വ നിയമ ഭേദഗതിയിൽ തുടങ്ങി ഇങ്ങേ അറ്റം വരുമ്പോൾ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ വരെ, കള്ളവോട്ട്, ഇരട്ട വോട്ട്, അതോടൊപ്പം തന്നെ വോട്ട് നൽകുന്നതിന് പണം നൽകുന്നു തുടങ്ങിയ ആരോപണങ്ങളിലേക്കൊക്കെ എത്തി നിൽക്കുന്നു. പ്രാദേശികമായ വിഷയങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ഉയർന്നു വരികയും ഒക്കെ ചെയ്തു. ഈ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 2019 കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അത് നാണക്കേട് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുന്നൊരുക്കം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാന വികസനത്തെയും അതോടൊപ്പം തന്നെ പൗരത്വ നിയമ ഭേദഗതിയും ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പരമാവധി സീറ്റുകൾ പിടിക്കുക, സംസ്ഥാന സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ സീറ്റുകളുടെ എണ്ണം കൂട്ടുക, പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളത് തന്നെയാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മറിച്ച് UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ പരമാവധി സീറ്റുകൾ നേരത്തെ 19 സീറ്റായിരുന്നു, അത് 20 ഉയർത്തുക, കേരളത്തിൽ നിന്ന് പൂർണ്ണമായും ഒരു ആധിപത്യത്തിലേക്ക് UDF വരിക, അങ്ങനെ ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലെത്തിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിൽ കേരളവും അതിന്റെ പൂർണ്ണ പങ്ക് വഹിക്കുക എന്നുള്ളത് തന്നെയാണ് UDF ഉദ്ദേശിക്കുന്നത്. എന്നാൽ BJP ആകട്ടെ നിരവധി പ്രമുഖർ, അതോടെ 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ മത്സര രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ മോദിയുടെ പ്രഭാവം, മോദി ഇഫക്റ്റ്, മോദി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിൽ വികസനം ഉണ്ടാകണമെങ്കിൽ ഇവർ BJP സ്ഥാനാർത്ഥികൾ വിജയിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് BJP ഈ ക്യാമ്പയിൻ നടത്തുന്നത്. സ്വാഭാവികമായും ഈ 3 മുന്നണികളും ഇത്തരത്തിൽ പ്രചരണം നടത്തുമ്പോൾ ജയസാധ്യത അല്ലെങ്കിൽ ഈ വിജയസാധ്യത എന്നൊക്കെ പറയുന്നത് ഗോകുൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 2 ദിവസത്തെ ജനങ്ങളുടെ മനസ്സ് എന്താണോ അവർ തീരുമാനിക്കുന്നത് എന്താണോ അതനുസരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും ദിവസത്തെ പ്രചരണങ്ങളെക്കാളൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഈ വരും ദിവസങ്ങളിലുള്ള 2 ദിവസങ്ങളിലുള്ള പ്രചരണത്തിന് തന്നെയായിരിക്കും ഗോകുൽ. ശ്രീ ഗിരീഷ്, ഏതായാലും ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കളനിറയുന്ന പ്രചാരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാന മണിക്കൂറുകളാണ്, വോട്ടർമാർ തീരുമാനമെടുക്കാൻ പോകുന്ന നിർണായകമായ മണിക്കൂറുകളാണ്. ഒട്ടുമിക്ക അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും അവരുടെ വോട്ടാർക്ക് എന്ന് നിശ്ചയിക്കാൻ പോകുന്ന മണിക്കൂറുകളാണ്. അപ്പോൾ പ്രചരണത്തിൻ്റെ ചൂടും ആവേശവും അവരുടെ തന്ത്രങ്ങളുമൊക്കെ അത്തരത്തിൽ കൂടുതൽ സജീവമാകുന്ന, കൂടുതൽ ഊർജിതമാകുന്ന സമയങ്ങൾ കൂടിയാണ്. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇതുവരെയുള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണത്തിൻ്റെ വിഷയങ്ങളെപ്പറ്റിയും ഇപ്പോഴത്തെ മുന്നണികളുടെയും പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഒക്കെ നീക്കങ്ങളെയും തന്ത്രങ്ങളെയും പറ്റി വിശദമായി പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ മുന്നണി, കോൺഗ്രസ്, CPIM-L എന്നീ പാർട്ടികൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഡൽഹി മന്ദിർ മാർഗ് പോലീസിൽ നൽകിയ പരാതി സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇമെയിൽ വഴി ഡൽഹി പോലീസ് കമ്മീഷണർക്ക് അയച്ചു. പ്രധാനമന്ത്രിക്കെതിരെ രാജ്യവ്യാപകമായി പരാതി നൽകാനും ഇന്ത്യ സഖ്യത്തിന് പദ്ധതിയുണ്ട്. പ്രധാനമന്ത്രി ഇന്ന് രാജസ്ഥാനിലെ മധോപൂരിലും ഛത്തീസ്ഗഡിലെ സർഗുജയിലും പ്രചാരണ റാലികളിൽ പങ്കെടുക്കും. മധ്യപ്രദേശിലെ 3 പ്രചാരണ യോഗങ്ങളിൽ BJP അധ്യക്ഷൻ JP നദ്ദ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിലെ റായ്ഗഞ്ച്, മഹാരാഷ്ട്രയിലെ അകോള എന്നിവിടങ്ങളിൽ പ്രചാരണ റാലികളിൽ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പാലക്കാട്ടെ വിമത കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥ് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് AV ഗോപിനാഥ് നിർണായക പ്രഖ്യാപനം നടത്തിയത്. ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനും വേദിയിലെത്തിയിരുന്നു. ഒടുവിൽ AV ഗോപിനാഥ് മനസ്സു തുറന്നു. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ജില്ലയിലെ ഇടതുപക്ഷത്തിന് പ്രതീക്ഷയേകുന്ന പ്രഖ്യാപനമാണ് വിമത കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ AV ഗോപിനാഥ് നടത്തിയത്. പെരിങ്ങോട്ടുകുറിശ്ശിയുടെ മനസ്സ് LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനൊപ്പമാണെന്ന് വ്യക്തമാക്കിയ AV ഗോപിനാഥ് രമ്യ ഹരിദാസിനും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കും. നാളത്തെ നല്ലൊരു ദിവസത്തിലേക്ക് ഇന്ന് നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. ശ്രീ രാധാകൃഷ്ണനെ പോലെ സ്ഥാനാർത്ഥി ഈ നിയോജകമണ്ഡലത്തിൽ ജയിച്ചാൽ പെരിങ്ങോട്ടുകുറിശ്ശി ജയിച്ചു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. ഗോപിനാഥിന്റെ പിന്തുണയ്ക്ക് നന്ദിയെന്നും MP ആയാൽ പെരിങ്ങോട്ടുകുറിശ്ശിയുടെ വികസനത്തിന് മുൻഗണന നൽകുമെന്നും ആലത്തൂർ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട വേദി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെയും ജനങ്ങളുടെയും നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി
പ്രത്യേകിച്ചും പെരുങ്ങോട്ടുകുറിശ്ശിക്ക് ഇനി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകും. പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിൽ നിർണായക സ്വാധീനമുള്ള AV ഗോപിനാഥിന്റെ പിന്തുണ ഇടതുപക്ഷത്തിന് മണ്ഡലത്തിലെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. 24 പാലക്കാട്. ആലപ്പുഴയിൽ വയോധികയെ സഹോദരൻ കൊന്നു കുഴിച്ചു മൂടിയ സംഭവം ആസൂത്രിതമെന്ന് പോലീസ്. മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തേക്ക് വീടിന്റെ വരാന്ത കെട്ടാൻ ശ്രമിച്ചു. പ്രതി ബെന്നി സിമന്റും നിർമ്മാണ സാമഗ്രികളും വാങ്ങിയിരുന്നതായും കണ്ടെത്തൽ. കൊല്ലപ്പെട്ട റോസമ്മയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ്, ഇന്നലെ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ ഇവരുടെ പുനർവിവാഹമായ ഒരു സംബന്ധിച്ചൊരു തർക്കത്തിനപ്പുറത്തേക്ക് ആസൂത്രിതമായി കുറേ ദിവസങ്ങളെടുത്ത് പ്ലാൻ ചെയ്ത ഒരു കൊലപാതകം എന്ന് തന്നെ ഇപ്പോൾ പോലീസ് നിഗമനത്തിലെത്തുന്നുണ്ടോ? ഗോകുലെ 60 വയസ്സുകാരെ റോസമ്മയുടെ കൊലപാതകം അത് പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല, അതൊരു ആസൂത്രിതമായ കൊലപാതകമാണെന്ന് സംശയം ഇപ്പോൾ പോലീസിലുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ വീടിന്റെ മുൻപിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. വീടിന്റെ മുൻവശത്ത് വരാന്ത നീട്ടിക്കെട്ടാനായിട്ട് നിലവിലുണ്ടായിരുന്ന വരാന്ത പൊളിച്ച് അത് വീതി കൂട്ടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി അവിടെ സിമന്റും മറ്റ് നിർമ്മാണ കല്ല് അടക്കമുള്ള നിർമ്മാണ സാമഗ്രികൾ ഇറക്കിയിരുന്നു. പിന്നീട് ചോദ്യം ചെയ്തതോടുകൂടിയാണ് പ്രതി ഈ കുഴിയെടുത്ത് വീടിന്റെ പിന്നിൽ കുഴിയെടുത്ത ഭാഗത്തിന്റെ മുകളിൽ കുഴിച്ചിട്ട സ്ഥലത്തിന്റെ മുകളിൽ വരാന്ത നീട്ടിക്കെട്ടാനായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതിയുടെ പദ്ധതി. പക്ഷെ ഇത് പോലീസ് അന്വേഷിച്ച് വീട്ടിലേക്ക് തന്നെ തന്നിലേക്ക് എത്താറായി എന്ന് മനസ്സിലായാണ്. ശരി, 60 വയസ്സുകാരിയായ റോസമ്മയെ സഹോദരൻ ബെന്നിയാണ് കൊലപ്പെടുത്തിയത്. ഏതായാലും കൊലപാതകം അത് മറയ്ക്കാൻ ശ്രമിച്ച വിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷണത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇന്ന് റോസമ്മയുടെ പോസ്റ്റ്മോർട്ടം നടക്കും. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കെജ്രിവാളിനെ ED ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. ഡോക്ടറുമായി ദിവസേന 15 മിനിറ്റ് വീഡിയോ കോൺഫറൻസ് അനുവദിക്കണമെന്ന കെജ്രിവാളിന്റെ അപേക്ഷ റൌസ് അവന്യൂ കോടതി ഇന്നലെ തള്ളിയിരുന്നു. ആവശ്യമെങ്കിൽ ജയിലിൽ തന്നെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുമെന്ന് കോടതി. EDയും CBI രജിസ്റ്റർ ചെയ്ത കേസുകളിൽ BRS നേതാവ് K കവിതയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഇന്ന് അവസാനിക്കും. കവിതയെയും ഇന്ന് റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. മെയ് 2 കവിതയുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ED വീണ്ടും നോട്ടീസ് നൽകി. ഇന്ന് രാവിലെ 10 മണിക്ക് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. CPIMന്റെ മറ്റ് കമ്മിറ്റികൾക്ക് കരുവന്നൂർ ബാങ്കിലുള്ള അക്കൗണ്ടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഹാജരാക്കണമെന്നും ED ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഉള്ളതിനാൽ വെള്ളിയാഴ്ച വരെ ഹാജരാകാൻ കഴിയില്ലെന്നാണ് MM വർഗീസ് EDയെ അറിയിച്ചത്. യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി ഇന്ന് സനയിലെത്തും. ഇന്ത്യൻ സമയം രാവിലെ 9:30 എത്തുമെന്നാണ് വിവരം. 12 വർഷത്തിനു ശേഷം നിമിഷപ്രിയയെ കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് മാതാവ്. പ്രേമകുമാരിക്കൊപ്പം സേവ് നിമിഷപ്രിയ ഫോർ അംഗമായ സാമുവൽ ജെറോമുമുണ്ട്. നിമിഷപ്രിയയെ കണ്ട ശേഷമായിരിക്കും യമനിലെ ഗോത്ര തലവന്മാരുമായി ചർച്ച നടത്തുക. തൃപ്പൂണിത്തുറ ഇരുമ്പനത്ത് ജ്യേഷ്ഠനെ അനുജൻ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഇരുമ്പനം മടത്തിപ്പറമ്പിൽ അഖിലിനാണ് പരിക്കേറ്റത്. പ്രതി അവിനെ ഹിൽ പാലസ് പോലീസ് പിടികൂടി. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ വീട്ടിൽ വെച്ചുണ്ടായ തർക്കത്തിനിടെ അവിൻ കല്ലുകൊണ്ട് അഖിലിന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അഖിലിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അക്രമം തടയാൻ ശ്രമിച്ച മാതാവ് രുക്മിണിക്കും പരിക്കേറ്റിട്ടുണ്ട്. 2 വർഷം മുമ്പ് പിതാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്ന കേസിലെ പ്രതിയാണ് അവിൻ. ഈ കേസിൽ ജാമ്യത്തിൽ കഴിയവെയാണ് സഹോദരനെ ആക്രമിച്ചത്. ജസ്ന തിരോധാന കേസിലെ തുടരന്വേഷണ ഹർജിയിൽ ഇന്ന് തിരുവനന്തപുരം CJM കോടതി വിധി പറയും. CBI അന്വേഷണത്തിലെ കാര്യക്ഷമത ചോദ്യം ചെയ്ത് ജസ്നയുടെ പിതാവ് നൽകിയ ഹർജിയിലാണ് വിധി പറയുന്നത്. വീട്ടിൽ നിന്ന് തെളിവുകൾ കണ്ടെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ CBI ചോദ്യം ചെയ്തില്ലെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചിരുന്നു. സാധ്യമായ എല്ലാ അന്വേഷണവും നടത്തിയെന്നായിരുന്നു CBIയുടെ മറുപടി. കോടതി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ CBI ഇൻസ്പെക്ടർ നിപുൽ ശങ്കർ കോടതിയിൽ കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ നേരിട്ട് ഹാജരായി. രക്തം പുരണ്ട വസ്ത്രം കേരള പോലീസിന് ലഭിച്ചിട്ടില്ലെന്നും ജസ്ന ഗർഭിണിയല്ലായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ അറിയിച്ചിരുന്നു. കനത്ത മഴയ്ക്ക് ശേഷം ആദ്യ പ്രവൃത്തി ദിനത്തിൽ ദുബായിലും ഷാർജയിലും വൻ ഗതാഗത കുരുക്ക്. ഷാർജയിൽ കഴിഞ്ഞ ഒരാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ ഗതാഗത നിയമലംഘനങ്ങളും റദ്ദാക്കുമെന്ന് പോലീസ് അറിയിച്ചു. രാജ്യത്ത് മഴ ശമിച്ചെങ്കിലും ഷാർജയിലും അജ്മാനിലും വെള്ളക്കെട്ട് പൂർണ്ണമായും നീക്കാനായിട്ടില്ല. വലിയ ടാങ്കറുകൾ എത്തിച്ച് വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്ന നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്.
അതിനിടെ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ റോഡുകളിൽ വൻ ഗതാഗത കുരുക്കാണ് ഷാർജയിലും ദുബായിലും ഇന്ന് അനുഭവപ്പെട്ടത്. 4 മെട്രോ സ്റ്റേഷനുകൾ പ്രവർത്തനം ഇന്നും നിർത്തിവച്ചു. അതിനിടെ ന്യൂനമർദ്ദം നാശം വിതച്ച ദിവസങ്ങളിലെ ഗതാഗത നിയമലംഘനങ്ങളിൽ പിഴ ഒഴിവാക്കി നൽകുമെന്ന് ഷാർജ പോലീസ് അറിയിച്ചു. മഴയിൽ നാശം നേരിട്ട വാഹനങ്ങൾ ശരിയാക്കിയെടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് സൗജന്യമായി നൽകുമെന്നും ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് ബ്രിഗേഡിയർ സെയ്ഫൽ സാരി അൽ ജംസി പറഞ്ഞു. മഴക്കെടുതി അനുഭവിക്കുന്ന ഷാർജ നിവാസികൾക്ക് സഹായമെത്തിക്കാൻ സാമൂഹിക സേവന വകുപ്പ് അമൻ സേഫ്റ്റി സംരംഭത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. UAEയുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ പരിശോധിക്കുമെന്നും തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ നേരിടാൻ വേണ്ട നടപടികൾ എടുക്കുമെന്നും UAE ഊർജ്ജ അടിസ്ഥാന വികസന മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഹസൻ അൽ മൻസൂരി അറിയിച്ചു. ഫെഡറൽ റോഡുകൾക്കുണ്ടായ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് സംയോജിത പ്രവർത്തന പദ്ധതി തയ്യാറാക്കി റോഡുകളിലെ ഡ്രെയിനേജ് ശൃംഖലയുടെ തുടർച്ച ഉറപ്പാക്കാൻ നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം UAEയിൽ വെള്ളിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 24 ദുബായ്. UAEയിലെ ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാക്കാൻ ജില്ലാതല ഫുട്ബോൾ മത്സരമായ കെഫ ഡിസ്ട്രിക്ട് ലീഗിന് ഈ മാസം 26-ന് തുടക്കമാവും. ദുബായ് ക്ലബ് ഫോർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ജെയിൻ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ഫ്ലവേഴ്സാണ് മീഡിയ പാർട്ണർ. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോകത്ത് എവിടെ ഫുട്ബോൾ നടന്നാലും മലയാളി TV-യുടെ മുന്നിലുണ്ടാകുമെന്ന് പറയുന്നത് വെറുതെയല്ല. ഈ പ്രവാസ ലോകത്തും സ്ഥിതി വ്യത്യസ്തമല്ല. ഇവിടെ ഗൾഫ് നാടുകളിലെ പ്രവാസി മലയാളികളുടെ ഫുട്ബോൾ ആരാധകരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ കെഫ, കേരള എക്സ്പാട്രിയേറ്റ്സ് ഫുട്ബോൾ അസോസിയേഷൻ, ഇപ്പോൾ UAEയിൽ ഒരു വലിയ ടൂർണമെന്റ് നടത്താൻ ഒരുങ്ങുകയാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലകളിലെയും ഫുട്ബോൾ ആരാധകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ജില്ലകൾ തമ്മിലുള്ള ഒരു വാശിയേറിയ പോരാട്ടം. ഇത്തരത്തിലൊന്ന് ഗൾഫിന്റെ ചരിത്രത്തിൽ തന്നെ UAEയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നടക്കുന്നത്. അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള പ്രവാസി മലയാളികൾ എല്ലാവരും. എൻ്റെ ചുറ്റും കാണുന്നവരാണ് ഇതിൻ്റെ സംഘാടകർ. കെഫയാണ് നമ്മോടൊപ്പം ഉള്ളത്. എപ്പോഴാണ് ഈ ഒരു മത്സരം തുടങ്ങുന്നത്? എന്തായി അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ എവിടെ എത്തി? ഏപ്രിൽ 26-നാണ് കേരള എക്സ്പാറ്റ് ഫുട്ബോൾ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ജില്ലകൾ തമ്മിലുള്ള മത്സരം. അതായത് ജില്ലക്കാർ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള ഈ മത്സരം സംഘടിപ്പിക്കുന്നത് 26 മുതൽ മെയ് 5 വരെയാണ്. മെയ് 5-നായിരിക്കും അതിൻ്റെ ഫൈനൽ നടക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മത്സരത്തിൻ്റെ ഒരു മത്സരക്രമം എങ്ങനെയാണ്? ഇതിലുള്ള ആളുകളെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്? ഈ ജില്ലകളിലെ ടീമംഗങ്ങൾ എങ്ങനെ തിരഞ്ഞെടുത്തത്? എങ്ങനെയൊക്കെ അതിൻ്റെ പ്രോസസ്സൊക്കെ എവിടെ എത്തി? പറയാം. ആക്ച്വലി കെഫെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 120ഓളം ഫുട്ബോൾ കൂട്ടായ്മകളുടെ ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യത്യസ്ത ജില്ലകളിൽപ്പെട്ട ഒത്തിരി മെമ്പേഴ്സ് ഉൾക്കൊള്ളുന്ന വലിയൊരു സംഘടനയാണ് കെഫെ. ഇതിൽ നിന്ന് ജില്ലകളിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ മലപ്പുറത്തിന് വേണ്ടി മലപ്പുറം ജില്ലാ അസോസിയേഷനുകളും, അതുപോലെ പാലക്കാടിന് വേണ്ടി പാലക്കാട് ജില്ലാ അസോസിയേഷൻ, തിരുവനന്തപുരത്തിന് വേണ്ടി തിരുവനന്തപുരം ജില്ലാ അസോസിയേഷൻ, അതുപോലെ തന്നെ കോഴിക്കോടിന് വേണ്ടിയും മറ്റു എല്ലാ ജില്ലകൾക്ക് വേണ്ടിയും അവരുടേതായ അസോസിയേഷനുകൾ നിലവിലുണ്ട്. ഈ ജില്ലകളെയാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതാത് ജില്ലക്കാർ മാത്രമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ എവിടെ എത്തി? ഏത് രീതിയിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ? ഇപ്പോൾ ഓൾറെഡി നമ്മളെല്ലാ ഗ്രൗണ്ടും എല്ലാം സെറ്റാണ്. മറ്റ് റഫറീസ്, ഒഫീഷ്യൽസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ടീമുകളും ആ രീതിയിൽ വളരെ അവരുടെ പ്രാക്ടീസും അവരുടെ ടീം സ്ക്വാഡ് ഡെവലപ്മെൻറ്റും, അതുപോലെ തന്നെ നമ്മൾ ഈ ടൂർണമെൻറ്റിൽ ഗസ്റ്റ് പ്ലെയേഴ്സ് ഓപ്ഷൻ ഉണ്ട്. അതായത് നാട്ടിൽ സന്തോഷ് ട്രോഫി, ISL, I ലീഗ് പ്ലെയേഴ്സ് എല്ലാ അതത് ജില്ലകളിലെ ആളുകൾക്ക് അവരെ കൊണ്ടുവരാം, 5 പേരെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടും ഓൾമോസ്റ്റ് എല്ലാ ടീമുകളും അത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ കൂടി ഇവിടെ ഉണ്ടാവും. ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ല, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള എല്ലാ ജില്ലാ ISL പ്ലെയേഴ്സ്, I ലീഗ് പ്ലെയേഴ്സും ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായ പ്രിപ്പറേഷൻസും എല്ലാ ജില്ലകളും ചെയ്യുന്നുണ്ട്. ഈ മത്സരത്തിലെ സമ്മാനം ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രൈസ് മണി, തീർച്ചയായും പ്രൈസ് മണി ഉണ്ട്. നമ്മളൊരു 20,000-ഓളം ദിർഹംസ് പ്രൈസ് മണി ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ട്രോഫി, പ്രൈസ് മണി എല്ലാം ഉണ്ട്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. തൃശൂർ പീച്ചിയിൽ കാട്ടാന കിണറ്റിൽ വീണു. വെള്ളക്കാരിത്തളം ആനക്കുഴി സ്വദേശി കുരിക്കാശ്ശേരി സുരേന്ദ്രന്റെ കിണറ്റിലാണ് കാട്ടാന വീണത്. ആനയെ കരയ്ക്ക് കയറ്റാൻ ശ്രമം നടത്തുന്നു. സൂരജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, എപ്പോഴാണ് ഈ ആന കിണറ്റിൽ വീണ ശ്രദ്ധയിൽപ്പെട്ടത്? ഇതൊരു വനത്തോട് ചേർന്ന പ്രദേശമോ മറ്റോ ആണോ? ഗൂഗിൾ, ഇത് വനത്തോട് ചേർന്ന മേഖലയാണ്. ഈ പീച്ചിക്കടുത്ത് വെള്ളക്കാരിത്തടത്താണ് ഇത്തരത്തിൽ ഈ കാട്ടാന കിണറ്റിൽ വീണിരിക്കുന്നത്. പുലർച്ചയോടുകൂടി കാട്ടാനയുടെ ശബ്ദം കേട്ടാണ് ഈ വീട്ടിലെ, അതായത് വീട്ടുടമ എണീക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനെ കിണറ്റിൽ കാട്ടാന വീണ് ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഈ പുലർച്ചയോടുകൂടി തന്നെ JCB കൊണ്ടുവന്ന് ഈ കാട്ടാനയെ കിണറ്റിൽ നിന്ന് കയറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോഴും ഈ JCB ഉപയോഗിച്ച് സമീപത്തെ മണ്ണ് മാറ്റിക്കൊണ്ട് ഈ കാട്ടാനയെ കരക്ക് കയറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ ഇതുവരെയും അത് പൂർത്തീകരിക്കാനായിട്ടില്ല. ഒരു 5:30യോടുകൂടി തന്നെ ഇത്തരത്തിൽ കൊണ്ട് ഇത്തരത്തിൽ ഈ കാട്ടാനയെ കിണറ്റിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ വിഫലമായി പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാട്ടാന
ചെറിയ കിണറും അതോടൊപ്പം തന്നെ കാട്ടാന ഈ വീണതോടുകൂടി തന്നെ ഈ തുമ്പിക്കൈ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അധിക സമയം ഈ കാട്ടാനയ്ക്ക് കിണറ്റിൽ കഴിയാൻ കഴിയുമോ എന്ന സംബന്ധിച്ചെല്ലാം വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വനംവകുപ്പ് JCB ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് രാവിലെ തന്നെ ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നത്. പക്ഷേ ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ കാട്ടാനയെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ പീച്ചി മേഖല എന്ന് പറയുന്നത് ഈ വനമേഖലയാണ്. അതിനോട് ചേർന്ന് ഈ പ്രദേശത്താകെ തന്നെ ഈ കാട്ടാന ഇറങ്ങുന്നതൊക്കെ തുടർക്കഥയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഇത്തരത്തിൽ ഈ സുരേന്ദ്രൻ, കുരിക്കാശ്ശേരി സുരേന്ദ്രന്റെ വീട്ടിലെ കിണറ്റിൽ ഇങ്ങനെ ഈ കാട്ടാന വീണതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ പുലർച്ചെ വീട്ടുകാരുടെ ശ്രദ്ധയിലേക്ക് ഇത് എത്തുന്നത് ഈ കാട്ടാന വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നത് കേട്ടാണ് ഇവരെല്ലാവരും എഴുന്നേൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് കിണറിൽ ഈ കാട്ടാന വീണ് കിടക്കുന്നത് അറിയുന്നത്. പിന്നീട് സമീപത്തെ വാർഡ് മെമ്പറെ അടക്കം വിവരം അറിയിക്കുന്നു. വാർഡ് മെമ്പർ വിവരം അറിയിച്ചനുസരിച്ചാണ് പിന്നീട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും അടക്കം അങ്ങോട്ടേക്ക് എത്തുന്നത്. പിന്നീട് രാവിലെ തന്നെ JCB എത്തിച്ചുകൊണ്ട്, അതായത് കാട്ടാന നിൽക്കുന്ന ഇത് വെച്ച് അധിക നേരം കാട്ടാനയ്ക്ക് കഴിയാൻ കഴിയില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തുകയായിരുന്നു. അങ്ങനെയാണ് JCB ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് രാവിലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കാട്ടാനയെ പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ശരി, സൂരജാണ് വിവരങ്ങൾ നൽകിയത്. പീച്ചിയിലാണ്, തൃശ്ശൂർ പീച്ചിയിലാണ് കാട്ടാന കിണറ്റിൽ വീണിരിക്കുന്നത്. പുലർച്ചെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോൾ തന്നെ വനംവകുപ്പ് JCB ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം തുടരുകയുമാണ്. മണ്ണാർക്കാട് വെള്ളാരംകുന്നിൽ തീപിടുത്തം. വെള്ളാരംകുന്നിലെ മീൻ മാർക്കറ്റിലാണ് തീപിടുത്തമുണ്ടായത്. നിഖിൽ പ്രമേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. നിഖിൽ, വലിയ തീപിടുത്തമെന്ന് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? വലിയ തീപിടുത്തം തന്നെയാണ് മണ്ണാർക്കാട് തെങ്കര പഴയ മീൻ മാർക്കറ്റിൽ ഉണ്ടായത്. ഈ തീപിടുത്തത്തിന്റെ കാരണം നിലവിൽ വ്യക്തമല്ല. അഗ്നിരക്ഷാ സേനയുടെ 3 യൂണിറ്റ് സംഭവ സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ തീ കത്തി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും തീ നിലവിൽ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള 3 യൂണിറ്റ്, പാലക്കാട് നിന്നുള്ള 2 യൂണിറ്റ്, അങ്ങനെ ആകെ 5 ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഉദ്യോഗസ്ഥർ കൂടുതൽ വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും നിലവിൽ പരിക്കേറ്റിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. കൂടുതൽ വിവരങ്ങൾ പോലീസും അടക്കം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും തേടിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കപ്പെടുന്നത്. പക്ഷെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഏത് തരത്തിലാണ്, എത്രത്തോളം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും തീ ഇപ്പോൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഗൂഗിൾ. ശരി നിഖിൽ, പാലക്കാട് മണ്ണാർക്കാട് വെള്ളാരംകുന്നിലെ മത്സ്യ മാർക്കറ്റിലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വയനാടിന്റെ പല ഭാഗത്തും കനത്ത നാശം വിതച്ചാണ് വേനൽ മഴ തുടരുന്നത്. 5 ഏക്കറിൽ പരിപാലിച്ചിരുന്ന 5000-ലേറെ വാഴകൾ നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് കർഷകനായ NC രാജേഷ്. 9.5 ലക്ഷം രൂപയുടെ കൃഷിനാശമെന്നാണ് കണക്കുകൂട്ടൽ. കണിയാമ്പറ്റ ചിത്രമൂലയിലെ രാജേഷും സുഹൃത്തായ ചന്ദ്രനും ചേർന്ന വരദൂർ കരീപ്പറ്റക്കുന്നിലാണ് 5 ഏക്കറിൽ വാഴകൾ നട്ടത്. പാട്ടഭൂമിയാണ്. 6300ഓളം വാഴകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത മഴ എല്ലാം മാറ്റിമറിച്ചു. ശക്തമായ കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു തൂങ്ങി നിലംപൊത്തി. 5300ഓളം വാഴകൾ പൂർണ്ണമായും നശിച്ചു. നഷ്ടം 9.5 ലക്ഷത്തോളം രൂപ. വേനൽ മഴയെ പ്രതിരോധിക്കാൻ വാഴകൾക്ക് കയർ കെട്ടി ഊന്നു നൽകിയിരുന്നു. അതിനെപ്പോലും കവച്ചുവെക്കുന്ന കാറ്റാണ് ആഞ്ഞു വീശിയത്. കഴിഞ്ഞ സീസണിൽ 3500ഓളം വാഴകൾ നട്ടിരുന്നു. എന്നാൽ വിലയിടിഞ്ഞത് മൂലമുണ്ടായ നഷ്ടത്തെ മറികടക്കാൻ ഇത്തവണ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ കടം വാങ്ങിയാണ് കൃഷി ഇറക്കിയത്. എല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ്. 5300 ചില്ലറ വാഴ പോയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഭാര്യേൻ്റെ കെട്ടുതാലിയും അമ്മേൻ്റെ മാലയും പിള്ളേരുടെ സ്വർണ്ണങ്ങളെല്ലാം പണയത്തിലാണ്. എല്ലാം വിൽക്കുകയും പണയം വെച്ചിട്ടാണ് ഇപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങി. കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ട് പ്രകൃതി നമ്മളോട് എന്താ ഇങ്ങനെയെന്നറിയില്ല. സൂയിസൈഡിൻ്റെ വക്കത്തപ്പം സത്യം പറഞ്ഞാലുള്ളത്. കേണിച്ചിറ ഇടത്തിലോട്ട് വയലിലും സമാനമായ നാശമാണ് കൃഷിക്ക് ഉണ്ടായിരിക്കുന്നത്. കൃഷിനാശത്തിന്റെ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന്റെ കനിവ് തേടുകയാണ് കർഷകർ. 24 വയനാട്. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി വെരി ഗുഡ് മോർണിംഗ് കാണാൻ ഓവർ ടു ഹാഷ്മി താജ് ഇബ്രാഹിം.